ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. അതിനായി നമ്മളിതാ 5 മാങ്ങോളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് ആവശ്യത്തിനായിട്ടുള്ള നമ്മുടെ പച്ചമുളക് അതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ടിടാം. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളവും അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടിയും അളകിടാം. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും അളകത്തിന് ശേഷം നമ്മൾ അടുപ്പത്തിൽ കയറ്റിയിട്ട് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനായിട്ടിട്ട്, അതായത് നിങ്ങളെ മാമ്പഴത്തിനനുസരിച്ച് കുറച്ച് ശർക്കരയും അളകെ ഇട്ട് വെക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് സ്റ്റൗ ആണ് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിടാം. അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ വെന്ത് വരുന്നുണ്ട്. നമുക്കത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങയും അതുപോലെ തന്നെ സവാള നല്ല ജീരകവും ഇട്ട് അരച്ച് വെക്കാം കേട്ടോ. നമുക്ക് അരച്ച് ബാറ്ററും കളകി നമ്മൾ ഇതിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ തന്നെ അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയും നാളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള കടുകും നാളൊക്കെ നമ്മുടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ആവശ്യമുള്ള കറിവേപ്പും നാളൊക്കെ അതിലിടാം. ഇത് നമുക്ക് നേരെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി, അടിപൊളിയാണ്. മസ്റ്റായിട്ട് ഞങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.